പുറത്ത് വന്നപ്പം തളർത്തിയതൊന്നുമല്ല. ഞാൻ സ്നേഹിച്ചവർ അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചവർ വിശ്വാസവഞ്ചന കാണിച്ചു, ഇല്ലാത്തതും പൊല്ലാത്തതും പറഞ്ഞുണ്ടാക്കി, കുറെ പൈസയ്ക്ക് വേണ്ടി കുറെ ഇത് ചെയ്തു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും, എൻ്റെ വീട്ടുകാരെ ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കും ഇന്റർവ്യൂ കൊടുക്കരുത്. എന്നിട്ട് ഞാൻ ഒരാളെ വിശ്വസിച്ച് ഞാൻ എൻ്റെ കുടുംബം എന്നുള്ളത് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആർക്കും കൊടുക്കരുത്. സപ്പോസ് ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട ഒരു കണ്ടീഷൻ വന്നാൽ ഇന്ന ആൾക്കേ കൊടുക്കാവൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ അയാൾ മാക്സിമം എൻ്റെ അത്തായെയും ഉമ്മായെയും മാനിപ്പുലേറ്റ് ചെയ്ത് അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് വീഡിയോ ചെയ്ത് പറയിപ്പിച്ച് അത് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം വെച്ച് കാശുണ്ടാക്കി. അതിനെനിക്കൊന്നും പറയാനില്ല. ജാസ്മിനും കണ്ണാപ്പിക്കും 8ന്റെ പണിയാണ് നമ്മുടെ വിവി കൊടുത്തത്. ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു വിവി. അതുകൊണ്ട് തന്നെ ജാസ്മിൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ വിവിയോട് പറയുന്നു, എടാ മോനെ, എൻ്റെ യൂട്യൂബ് അക്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കുകയാണ്. കൂടാതെ പുറത്തുനിന്ന് വേണ്ട എല്ലാ സപ്പോർട്ടും നീ ചെയ്യണം. ഉപ്പയുടെ ഉമ്മയുടെ ഇന്റർവ്യൂ ഒരു കാരണവശാലും ഒരു ഓൺലൈൻ മീഡിയക്കും കൊടുക്കാൻ പാടില്ല. അതൊക്കെ വലിയ വിഷയവും ട്രോളാവും എന്നൊക്കെ ജാസ്മിൻ വിവിയോട് പറയുന്നു. വിവി എല്ലാം ഓക്കെ പറയുന്നു. അങ്ങനെ ജാസ്മിൻ ബിഗ് ബോസ് വീടിനകത്തേക്ക് പോകുന്നു. ബിഗ് ബോസ് വീടിനകത്ത് പോയ ജാസ്മിനെ നമുക്കറിയാലോ, വളരെ മോശം ഗെയിമായിരുന്നു. ഒരു കാരണവശാലും ജാസ്മിൻ്റെ ഗെയിം അംഗീകരിക്കാൻ കഴിയില്ല. വളരെ അബദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ ജാസ്മിനെതിരെ പറയുന്നവർക്കൊക്കെ നല്ല റീച്ചായിരുന്നു. ജാസ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ നല്ല റീച്ച്. അങ്ങനെ നമ്മുടെ വിവി നോക്കുമ്പോൾ മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ നല്ല റീച്ച്, ജാസ്മിനെതിരെ പറയുന്നു, റീച്ച് കൂടുന്നു. അങ്ങനെ വിവി എന്ത് ചെയ്യുന്നു, ജാസ്മിനെതിരെ പറയുന്നു, വിവിക്കും നല്ല റീച്ച്. അതോടൊപ്പം വിവി ഒരു കാര്യം കൂടി ചെയ്യുന്നു. ജാസ്മിൻ്റെ അടുത്ത സുഹൃത്തായത് കൊണ്ട് തന്നെ ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിവിക്ക് കൃത്യമായിട്ട് അറിയാം. അത് ഓരോന്നോരോന്നായിട്ട് സോഷ്യൽ മീഡിയയിൽ മെല്ലെ ഇട്ട് കൊടുക്കുന്നു. ആദ്യം വിവി എന്ത് ചെയ്യുന്നു, ജാസ്മിൻ്റെ ഉപ്പയുടെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നു. ഈ ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഈ നെഗറ്റീവ് ഒക്കെ അങ്ങ് മാറി ജാസ്മിൻ പോസിറ്റീവ് ആവും എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ്റെ ഉപ്പയുടെ ഒരു ഇന്റർവ്യൂ ഷൂട്ട് ചെയ്ത് അത് യൂട്യൂബിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. ആ ഇന്റർവ്യൂ യൂട്യൂബിൽ ഇട്ടതേ ഓർമ്മയുള്ളൂ, മൊത്തത്തിൽ അടപടലൻ ട്രോളായിരുന്നു. അങ്ങനെ ജാഫർക്ക ഒരു കോമഡി പീസായിട്ട് മാറി. അതിനുശേഷം നമ്മുടെ വിവി മറ്റൊരു ഐഡിയ പ്രയോഗിക്കുന്നു. നമ്മുടെ കണ്ണൻ സായി വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോകുന്നതിന് മുന്നേ ജാഫർക്കയോട് പറയുന്നു, നമുക്ക് മറ്റൊരു ഐഡിയ പ്രയോഗിക്കാം. കണ്ണൻ സായി വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ സായി എന്ത് ചെയ്യുന്നു, ആ കോംബോ പൊട്ടിച്ചു തരും. നമുക്ക് കണ്ണൻ സായി വിളിക്കാം. അങ്ങനെ ഈ വിവിയും ദിയാസനയും ഒക്കെ ചേർന്ന് കണ്ണൻ സായി വിളിക്കുന്നു. ജാഫർക്ക് കണ്ണൻ സായിയോട് കാര്യം പറയുന്നു, ആ കോംബോ പൊട്ടിക്കേണ്ട കാര്യമൊക്കെ പറയുന്നു. ഇതിനിടയിൽ വിവി തന്ത്രപൂർവ്വം എന്ത് ചെയ്യുന്നു, ഈ കോൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഓർമ്മിക്കണം, വിവിയാണ് കണ്ണൻ സായി വിളിച്ചത്. ആ വിവി തന്നെ ഈ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം തൻ്റെ ചാനലിൻ്റെ റീച്ചിന് വേണ്ടി വളരെ ബുദ്ധിപൂർവ്വം ആ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വിടുന്നു. ആ ഓഡിയോ ക്ലിപ്പ് പുറത്ത് വിട്ടതോടുകൂടി നമ്മുടെ കണ്ണാപ്പി മൊത്തത്തിൽ കോമഡി പീസായി, ജാഫർക്കയും കോമഡി പീസായി, ജാസ്മിൻ ആണെങ്കിൽ പിന്നെ ഓൾറെഡി നെഗറ്റീവാണ്. മൊത്തത്തിൽ ഇവർ നെഗറ്റീവായി. അതായത് ഇവരുടെയൊക്കെ അടുത്ത സുഹൃത്തായിരുന്ന വിവി, ജാസ്മിൻ്റെയും ഈ കണ്ണൻ സായിയുടെയൊക്കെ ഉറ്റ സുഹൃത്തായ വിവിയാണ് ഇവർക്ക് പിന്നിൽ നിന്നും 8ന്റെ പണി കൊടുത്തത്. ഒരു കാര്യം ഇവിടെ ഓർമ്മിക്കണം, സുഹൃത്തുക്കളുടെയൊക്കെ പേഴ്സണൽ ചാറ്റും കോളുകളൊക്കെ തന്ത്രപൂർവ്വം റെക്കോർഡ് ചെയ്ത് ചാനലിന്റെ റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് വിവി എന്നാണ് ഇപ്പോൾ പല യൂട്യൂബേഴ്സും പറയുന്നത്. മാത്രമല്ല പലരുടെയും യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് കൊടുത്ത് പൂട്ടിച്ചതായിട്ടും പലരും പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.